Good afternoon, all of you. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ പാഠം എല്ലാവരോടും ഞാൻ വായിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. വായിച്ചിട്ടുണ്ടോ എല്ലാവരും? ഓക്കെ, നല്ലപോലെ വായിക്കാൻ കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? ബെനീറ്റൊക്കെ കഴിഞ്ഞ ക്ലാസ് വായിച്ചു. അപ്പൊ ജൂലിയറ്റ് ഒന്ന് ഇത് വായിച്ചേ മോളെ. 3rd ലെസൺ നമ്മുടെ പാഠം 2 ഒന്ന് വായിച്ചേ. Please unmute. ലൈലയുടെ സൈക്കിൾ. നിം നിം. ലൈല ബെല്ലിൽ വിരൽ അമർത്തി. അപ്പോൾ സൈക്കിൾ അവളോട് സംസാരിക്കാൻ തുടങ്ങി. ലൈല, ഇന്ന് നാം എങ്ങോട്ടാണ് പോകുന്നത്? ഇന്ന് നമുക്ക് അമ്മാവന്റെ വീട്ടിൽ പോകാം. എന്താ? ഞാൻ റെഡി. സൈക്കിൾ യാത്രക്കായി തയ്യാറായി. ലൈല സൈക്കിൾ നിർത്തിവെച്ചു. തുണിയെടുത്ത് പൊടി തുടച്ചു വൃത്തിയാക്കി. സൈക്കിൾ സന്തോഷമായി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ സൈക്കിളിന്റെ ഒരു ഭാഗത്തെ ചായം പോയത് കണ്ടു. ഇന്നലെ വീണപ്പം നിനക്കും പരിക്കു പറ്റിയില്ലേ? അല്ല. അല്ലേ, പരിക്കു പറ്റിയല്ലേ? അത് സാരമില്ല. ഇന്ന് വീഴാതെ നോക്കി പോയാൽ മതി. വീണാൽ നിന്റെ തൊലി ഉരിയും, സൈക്കിൾ ഓർമ്മിപ്പിച്ചു. ലൈല സൈക്കിളിൽ കയറി ചവിട്ടാൻ തുടങ്ങി. പതുക്കെ ശ്രദ്ധിച്ചു പോകണമേ. സൈക്കിൾ ലൈലയെ വീണ്ടും ഓർമ്മിപ്പിച്ചു. പേടിക്കണ്ട, ഞാൻ പതുക്കെ പോകുള്ളൂ. അപ്പോൾ സൈക്കിൾ ഉറപ്പു നൽകി. അമ്മാവന്റെ വീട് ഉയരത്തിലാണ്. ഒരു കയറ്റം കയറണം. റോഡിന്റെ 2 ഭാഗത്തും പലതരം ചെടികൾ വളർന്നു നിൽക്കുന്നു. വിടർന്ന പൂക്കൾക്കു ചുറ്റും മൂളിപ്പാട്ടുകൾ പാടുന്നു. അണ്ണാരക്കണ്ണന്മാർ അടുത്തുള്ള മരക്കൊമ്പുകളിൽ ചിലയ്ക്കുന്നു. 2 പേരും കാഴ്ചകൾ കണ്ടു രസിച്ചു. ലൈല ആഞ്ഞു ചവിട്ടി. അപ്പോൾ സൈക്കിൾ ഒന്ന് ഞെരങ്ങി. എന്നെ താങ്ങി നിനക്ക് നോവുന്നുണ്ടോ? ലൈല സങ്കടത്തോടെ ചോദിച്ചു. ഇല്ല, എന്നോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ സന്തോഷമാണ്. പ്രകടിപ്പിച്ചതാ. സൈക്കിൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞും ചിരിച്ചും അവർ അമ്മാവന്റെ വീട്ടിലെത്തി. മുറ്റത്ത് നിർത്തി. അപ്പോൾ ഇറങ്ങി. സൈക്കിൾ അവൾ ഇറങ്ങിനാണ് കേട്ടോ. മുറ്റത്ത് നിർത്തി അവൾ ഇറങ്ങി. സൈക്കിൾ തണലത്തേക്ക് മാറ്റി വെച്ചു. അവൾ ഇറങ്ങി. സൈക്കിൾ തണലത്തേക്ക് മാറ്റി വെച്ചു. വേഗം വരണമേ. എന്നാൽ എനിക്കും സൈക്കിൾ പറഞ്ഞു. വേഗം വരും. നീ ഇവിടെ വിശ്രമിച്ചോളൂ. ലൈല പോയപ്പോൾ സൈക്കിളും സങ്കടമായി. കുട്ടികളുടെ കാലിപ്പില കേട്ടു. സൈക്കിൾ തിരിഞ്ഞു നോക്കി. ആ വീട്ടിലെ കുട്ടികളാണ്. അവർ ഓടി വന്നു. ചെന്ന് കൗതുകത്തോടെ തൊട്ടു നോക്കി. കൂട്ടുകാരെ കെട്ടിയപ്പോൾ സൈക്കിളിന് ആശ്വാസമായി. ലൈല അമ്മാവിന്റെ ഒപ്പം കാപ്പി കഴിച്ചു. കുശലം പറഞ്ഞു. പാപം സൈക്കിൾ വിഷമത്തോടെ അവളെ കാത്തിരുന്നു. ലൈല പുറത്തിറങ്ങി. അവർ മടങ്ങയാത്ര തുടങ്ങി. ലൈല അമ്മാവന്റെ വീട്ടിലെ വിശേഷങ്ങൾ പങ്കുവെച്ചു. ഒപ്പം
വഴിയോരത്തെ കാഴ്ചകൾ കണ്ടു രസിച്ച് പോവുകയും ചെയ്ത് അപ്പോൾ അതിരെ ഒരു ലോറി പാഞ്ഞു വന്നു. അവർ പൊടിയിൽ കുളിച്ചു പോയി. ലൈല പറഞ്ഞു, വാഹനത്തിൽ നീയാണ് മിടുക്കൻ. പുകയും പൊടിയും ഇല്ലല്ലോ, മാത്രമല്ല എണ്ണയും വേണ്ട. നിന്നോടൊപ്പം യാത്ര ചെയ്താൽ ആരോഗ്യം കൂടും. അവർ വീട്ടിൽ തിരിച്ചെത്തി. ലൈല സൈക്കിൾ സുരക്ഷിതമായി സ്ഥാനത്ത് ഒതുക്കി നിർത്തി. അതിന് ഒരു ഉമ്മ കൊടുത്ത് അവൾ വീട്ടിലേക്ക് കയറി പോയി. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? സെൽന. ഓക്കെ, പ്ലീസ് അൺമ്യൂട്ട് സെൽന. ഇവിടെ ഫാത്തിമയുണ്ട് അല്ലേ? ഫാത്തിമ വായിക്കാം. ഷഗ്മ. ലൈലയുടെ സൈക്കിൾ. നിം നിം നിം. ലൈല ബെല്ലിൽ വിരലമർത്തി. അപ്പോൾ സൈക്കിൾ അവളോട് സംസാരിച്ചു തുടങ്ങി. ലൈല, ഇന്ന് നാം എങ്ങോട്ടാണ് പോകുന്നത്? നമുക്കിന്ന് അമ്മാവന്റെ വീട്ടിൽ പോകാം. എന്താ? ആവട്ടെ, ഞാൻ റെഡി. സൈക്കിൾ യാത്രയ്ക്ക് തയ്യാറായി. ലൈല സൈക്കിൾ നിവർത്തി വെച്ച് തുണിയെടുത്ത് പൊടി തുടച്ച് വൃത്തിയാക്കി. സൈക്കിളിന് സന്തോഷമായി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ സൈക്കിളിന്റെ ഒരു ഭാഗത്ത് ചായം പോയത് കണ്ടു. ഇന്നലെ വീണപ്പോൾ നിനക്കും പരിക്ക് പറ്റിയല്ലേ? ഓ, അത് സാരമില്ല. ഇന്നു വീഴാതെ നോക്കിയാൽ മതി. വീണാൽ നിന്റെ തൊലിയും ഒഴിയും. സൈക്കിൾ ഓർമ്മിപ്പിച്ചു. ലൈല സൈക്കിളിൽ കയറി ചവിട്ടാൻ തുടങ്ങി. പതുക്കെ, ശ്രദ്ധിച്ചു പോകണേ. സൈക്കിൾ ലൈലയെ വീണ്ടും ഓർമ്മിപ്പിച്ചു. പേടിക്കണ്ട, ഞാൻ പതുക്കെ പോകൂ. അവൾ ഉറപ്പു നൽകി. അമ്മാവന്റെ വീട് ഉയരത്തിലാണ്. ഒരു കയറ്റം കയറണം. റോഡിന്റെ രണ്ടു ഭാഗത്തും പലതരം ചെടികൾ വളർന്നു നിൽക്കുന്നു. വിടർന്ന പൂക്കൾക്കു ചുറ്റും വണ്ടുകൾ മൂളിപ്പറക്കുന്ന അണ്ണാരക്കണ്ണന്മാർ. അടുത്തുള്ള മരക്കൊമ്പിൽ നിന്ന് ചിലയ്ക്ക്. രണ്ടുപേരും കാഴ്ചകൾ കണ്ടു രസിച്ചു. ലൈല ആണി ചവിട്ടി. അപ്പോൾ സൈക്കിൾ ഒന്ന് ഞെരുങ്ങി. എന്നെ താങ്ങി നിനക്ക് നോവുന്നുണ്ടോ? ലൈല സങ്കടത്തോടെ ചോദിച്ചു. ഏയ് ഇല്ല, നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നതിനുള്ള സന്തോഷം പ്രകടിപ്പിച്ചതാ. സൈക്കിൾ ചിരിച്ചു കൊണ്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ചിരിച്ചും അവർ അമ്മാവന്റെ വീട്ടിലെത്തി. മുറ്റത്ത് നിർത്തി അവൾ ഇറങ്ങി. സൈക്കിൾ തണലത്തേക്ക് മാറ്റിവെച്ചു. വേഗം വരണേ, ഒറ്റയ്ക്ക് നിന്നാൽ എനിക്ക് മുഷിയും. സൈക്കിൾ പറഞ്ഞു. വേഗം വരും, നീ ഈ തണലത്ത് വിശ്രമിച്ചോളൂ. ലൈല പോയപ്പോൾ സൈക്കിളിന് സങ്കടമായി. കുട്ടികളുടെ കരപില കേട്ട് സൈക്കിൾ തിരിഞ്ഞു നോക്കി. ആ വീട്ടിലെ കുട്ടികളാണ്. അവർ ഓടി അടുത്തു ചെന്ന് കൗതുകത്തോടെ തൊട്ടു നോക്കി. കൂട്ടുകാരെ കിട്ടിയപ്പോൾ സൈക്കിളിന് ആശ്വാസമായി. ലൈല അമ്മായിയോടൊപ്പം കാപ്പി കഴിച്ച് കുശലം പറഞ്ഞു. പാവം സൈക്കിൾ ക്ഷമയോടെ അവളെ കാത്തിരുന്നു. ലൈല പുറത്തിറങ്ങി. അവർ മടക്കയാത്ര തുടങ്ങി. ലൈല അമ്മാവിന്റെ വീട്ടിലെ വിശേഷങ്ങൾ പങ്കുവെച്ചു. അപ്പം വഴിയോരത്തെ കാഴ്ചകൾ കണ്ടു രസിക്കുകയും ചെയ്തു. അപ്പോൾ എതിരൊരു ലോറി പാഞ്ഞു വന്നു. അവർ പൊടിയിൽ കുളിച്ചു പോയി. ലൈല പറഞ്ഞു. വാഹനങ്ങൾ നീ തന്നെയാണ് മിടുക്കൻ. പുകയും പൊടിയുമൊന്നും ഇല്ലല്ലോ, മാത്രവുമല്ല എണ്ണയും വേണ്ട. നിന്നോടൊപ്പം സഞ്ചരിച്ച ആരോഗ്യം കൊടുത്തു. അവർ വീട്ടിൽ തിരിച്ചെത്തി. ലൈല സൈക്കിൾ സുരക്ഷിതമായ സ്ഥാനത്ത് ഒതുക്കി നിർത്തി. അതിന് ഒരു ഉമ്മ കൊടുത്ത് അവൾ വീട്ടിലേക്ക് കയറിപ്പോയി. ഓക്കേ, ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ഫാത്തിമത്ത് ഷഗ്മ അല്ലേ? പ്ലീസ് അൺമ്യൂട്ട് ഷഗ്മ. ഫാത്തിമത്ത് ഷഗ്മ. ഓക്കേ, വായിച്ചേ. എല്ലാരും വായിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, വായിക്കും. ഷഗ്മ കേൾക്കുന്നില്ല മോളെ? അത് മ്യൂട്ടായില്ലേ? ആ, ചെയ്തേ. പാഠം 2. ലൈലയുടെ സൈക്കിൾ. നിം നിം നിം. ലൈല മണിയിൽ വിരലമർത്തി.
വിരലമർത്തി. ബെല്ലിൽ വിരലമർത്തി. അപ്പോൾ സൈക്കിൾ വിരലമർത്തി. അവളോട് സംസാരിച്ചു തുടങ്ങി. അവളോട് സൈക്കിൾ സംസാരിച്ചു തുടങ്ങി. ലൈല ഇന്ന് നാം എങ്ങോട്ടാണ് പോകുന്നത്? അമ്മാവന്റെ വീട്ടിലേക്ക്. അമ്മാവന്റെ വീട്ടിൽ പോകാം. എന്താന്ന് ചോദിച്ചു. അമ്മാവന്റെ വീട്ടിൽ പോകാം. എന്താ? ആവട്ടെ ഞാൻ റെഡി. സൈക്കിൾ യാത്രക്ക് തയ്യാറായി. ലൈല സൈക്കിൾ നിവർത്തി വച്ചു. തുണി എടുത്ത് തുടച്ചു. വൃത്തിയാക്കി. സൈക്കിളിന് സന്തോഷമായി. സൈക്കിൾ തിരിഞ്ഞു നോക്കുമ്പോൾ സൈക്കിളിന്റെ ഒരു ഭാഗത്തെ പൊടി പോയി. സൂക്ഷിച്ചു നോക്കിയപ്പോൾ സൈക്കിളിന്റെ ഒരു ഭാഗത്ത് ചായം പോയത് കണ്ടു. ഇന്നലെ വീണപ്പോൾ നിനക്കും പരിക്കു പറ്റിയല്ലേ? ഓ അതൊന്നും സാരമില്ല. ഇന്ന് വീഴാതെ വീണാൽ നിന്റെ തൊലിയുടെയും അല്ലേ? ഓക്കെ. ഓ അത് സാരമില്ല. സൈക്കിൾ ചവിട്ടാൻ തുടങ്ങി. ലൈല സൈക്കിളിൽ കയറി തുടങ്ങി. നോക്കി വായിച്ചേ. അമ്മക്ക് പറ്റിയല്ലേ? ഓ അതൊന്നും സാരമില്ല. എന്നും വീഴാതെ നോക്കിയാൽ മതി. വീണാൽ നിന്റെ തൊലിമുരിയും. സൈക്കിൾ ഓർമ്മിപ്പിച്ചു. ലൈല സൈക്കിൾ ചവിട്ടാൻ തുടങ്ങി. പതുക്കെ ശ്രദ്ധിച്ചു പോകണേ. സൈക്കിൾ ലൈലയെ വീണ്ടും ഓർമ്മിപ്പിച്ചു. ഞാൻ പതുക്കെ പോകും. അവൾ ഉറപ്പ് നൽകി. അമ്മാവന്റെ വീട് ഉയരത്തിലാണ്. ഒരു കയറ്റം കയറണം. റോഡിന്റെ രണ്ടു ഭാഗത്തും പലതരം ചെടികൾ വളർന്നു നിൽക്കുന്നു. വിടർന്ന പൂക്കൾക്കു ചുറ്റും വണ്ടുകൾ മൂളിപ്പറക്കുന്നു. കണ്ണാരക്കണ്ണന്മാർ നിന്ന് ചിലയ്ക്കുന്നു. രണ്ടുപേരും കാഴ്ചകൾ കണ്ടു രസിച്ചു. ലൈല ആഞ്ഞു ചവിട്ടി സൈക്കിൾ. അപ്പോൾ സൈക്കിൾ ഒന്ന് ഞരങ്ങി. എന്നെ താങ്ങി നിനക്ക് പോകുന്നുണ്ടോ? ലൈല സങ്കടത്തോടെ ചോദിച്ചു. ഇല്ല, നിന്നോടൊപ്പം യാത്ര ചെയ്യുന്ന സന്തോഷം പ്രകടിപ്പിച്ചതാ. സൈക്കിൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ചിരിച്ചും അവർ അമ്മാവന്റെ വീട്ടിലെത്തി. മുറ്റത്ത് നിർത്തി. അവൾ ഇറങ്ങി. സൈക്കിൾ തണലത്തു മാറ്റി വെച്ചു. വേഗം വരണേ. ഒറ്റയ്ക്ക്
നിന്നാൽ എനിക്ക് മുഷിയും. സൈക്കിൾ പറഞ്ഞു, വേഗം വരും. നീ ഈ തണലത്ത് വിശ്രമിച്ചോളൂ. ലൈല പോയപ്പോൾ സൈക്കിളിനു സങ്കടമായി. കുട്ടികളുടെ കലവില കേട്ടു സൈക്കിൾ തിരിഞ്ഞു നോക്കി. ആ വീട്ടിലെ കുട്ടികളാണ്. അമ്മാവന്റെ അവർ ഓടി അടുത്ത് കൗതുകത്തോടെ തൊട്ടു നോക്കി. കൂട്ടുകാരെ കിട്ടിയപ്പോൾ സൈക്കിളിന് സന്തോഷമായി. ലൈല അമ്മയോടൊപ്പം കാപ്പി കഴിച്ചു. കുശലം പറഞ്ഞു. പാവം സൈക്കിൾ ക്ഷമയോടെ അവളെ നോക്കി നിന്നു. ലൈല പുറത്തിറങ്ങി. അവർ യാത്ര തുടങ്ങി. ലൈല അമ്മാവന്റെ വീട്ടിലെ വിശേഷങ്ങൾ പങ്കുവെച്ചു. ഒപ്പം വഴിയോരത്തെ കാഴ്ചകൾ കണ്ടു രസിക്കുകയും ചെയ്തു. അപ്പോൾ എതിരെ ഒരു ലോറി പാഞ്ഞു വന്നു. അവർ പൊടിയിൽ കുളിച്ചു. ലൈല പറഞ്ഞു, വാഹനങ്ങളിൽ നീ തന്നെയാണു മിടുക്കൻ. പുകയും പൊടിയും ഒന്നുമില്ലല്ലോ. മാത്രവുമല്ല എണ്ണയും വേണ്ട. നിന്നോടൊപ്പം സഞ്ചരിച്ചാൽ ആരോഗ്യം കൂടും. അവർ വീട്ടിൽ തിരിച്ചെത്തി. ലൈല സൈക്കിൾ സുരക്ഷിതമായി ഒതുക്കി നിർത്തി. അതിന് ഒരു ഉമ്മ കൊടുത്ത് അവൾ വീട്ടിലേക്കു കയറിപ്പോയി. മിസ് ചെറിയ ചോദ്യം ചോദിക്കേ. നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുമോ നോക്കട്ടെ. ഓപ്പോസിറ്റ് വേർഡ്, അതായത് വിപരീത പദം പറയാനാണേ. കയറ്റം എന്ന പദത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് പറയണേ. ഞാൻ ചോദിക്കുന്ന ആള് പറഞ്ഞാൽ മതിയേ. ആവണി എന്താ മോളെ, പ്ലീസ് അൺമ്യൂട്ട്. കയറ്റം എന്താ വിപരീത പദം കയറ്റത്തിന്റെ? ഇറക്കം. ഓക്കെ, ഗുഡ്. കയറ്റം, ഇറക്കം. ഓക്കെ, ഇതൊക്കെ മിസ് എഴുതി തന്നിട്ടുണ്ട്. നോക്കട്ടെ മിസ് എന്ന് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓർമ്മയുണ്ടോ നോക്കട്ടെ. നെക്സ്റ്റ്, പിന്നോട്ട്. എന്താ അതിന്റെ ഓപ്പോസിറ്റ് വേർഡ്? അൽ മാത്യു പ്ലീസ് അൺമ്യൂട്ട്. മുന്നോട്ട്. പിന്നോട്ട്, മുന്നോട്ട്. നെക്സ്റ്റ്, റിലു, where are you going? Next, Asya Safa, please unmute. മേലോട്ട്, അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? താഴോട്ട്. ഓക്കേ. നെക്സ്റ്റ്, സന പ്ലീസ് അൺമ്യൂട്ട്. അടുത്ത്, അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താ? ദൂരെ. അകലെ അല്ലെ? ദൂരെ അല്ലെങ്കിൽ അകലെ. അടുത്ത്, അകലെ. അപ്പൊ കയറ്റം, ഇറക്കം, മേലോട്ട്, താഴോട്ട്, അടുത്ത്, അകലെ, പിന്നോട്ട്, മുന്നോട്ട് അല്ലെ? ഇത് പഠിച്ചു. നെക്സ്റ്റ് മിസ് ചോദിക്കുന്ന ആള് പറഞ്ഞാൽ മതിയേ. ഒതുക്കുക. ഒതുക്കുക എന്നുള്ളതിന്റെ അർത്ഥം ഏതാ? ഷഹ്മ വി പ്ലീസ് അൺമ്യൂട്ട് മോളെ. ഷഹ്മ, ഒതുക്കുക.
ഒതുക്കുക അതിന്റെ അർത്ഥം എന്താ? അടക്കി വെക്കുക. ഒരു വശത്തേക്ക് അടുക്കി വെക്കുക അല്ലെങ്കിൽ ഒരു വശത്തേക്ക് മാറ്റിയിടുക അല്ലെ? ഒതുക്കും. ഓക്കെ. നെക്സ്റ്റ് സിദ്ധാന്ത്, പ്ലീസ് അൺമ്യൂട്ട് സിദ്ധാന്തേ. മേലോട്ട് അതിന്റെ ഓപ്പോസിറ്റ് വേണ്ട ഓപ്പോസിറ്റ് വരുന്ന. നെക്സ്റ്റ് അടുത്ത് അതിന്റെ ഓപ്പോസിറ്റ് വേണ്ട അല്ലേ അല്ലേ? ദൂരെ അടുത്ത്. ഓക്കെ സിദ്ധാന്തേ, സിദ്ധാന്ത് അൺമ്യൂട്ട് ചെയ്തേ. സുരക്ഷിതത്വം. സിദ്ധാന്തിനെ അൺമ്യൂട്ട് ചെയ്യുമ്പോഴാണല്ലോ സൗണ്ട് വരുന്നുണ്ട്. ഓക്കെ നിദ ഫാത്തിമ, പ്ലീസ് അൺമ്യൂട്ട്. സുരക്ഷിതത്വം എന്ന വേർഡിന്റെ അർത്ഥം എന്താ മോളെ? സുരക്ഷിതത്വം അറിയില്ലേ നിനക്ക്? നിഹാര, പ്ലീസ് അൺമ്യൂട്ട്. എന്താണ് സുരക്ഷിതം? സുരക്ഷിതത്വത്തിന്റെ അർത്ഥം എന്താ? ആർക്കൊക്കെ അറിയാം? ഒന്ന് കൈ കാണിച്ചേ. സുരക്ഷ. കൈസ്, പ്ലീസ് അൺമ്യൂട്ട് കൈസ്. ഭദ്രം. ഓക്കെ ഭദ്രം. സുരക്ഷിതത്വം ഭദ്രം അല്ലേ? സുരക്ഷിതം ഭദ്രം. ഓക്കെ. കുശലം. കുശലം. ആരോൺ, പ്ലീസ് അൺമ്യൂട്ട് ആരോൺ. പറഞ്ഞു. ക്ഷേമം. ക്ഷേമം. ക്ഷേമം അന്വേഷിക്കുക, കുശലം പറയുക അല്ലേ? ഓക്കെ. എല്ലാവരും അർത്ഥം എഴുതിയെടുക്കണം. എല്ലാവരും നോട്ട് കംപ്ലീറ്റ് ആക്കണം. നമ്മുടെ ക്ലാസ്സിന്റെ ടൈം ഏകദേശം കഴിയാറായി. അപ്പൊ എല്ലാവരും അർത്ഥവും ക്വസ്റ്റ്യൻസും ഒക്കെ പഠിക്കണം. നോട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കും വേണം. ഓക്കെ. നമുക്ക് ഇത് വായിക്കാൻ എല്ലാവരും ഏകദേശം പഠിച്ചോ? കുറച്ചു പേര് തപ്പി തടഞ്ഞാ വായിക്കുന്നത്. വായിച്ചു പഠിക്കണേ എല്ലാവരും. നമുക്ക് ഇനി എന്താ അടുത്ത എന്നാ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ലൈല എങ്ങോട്ടാണ് യാത്ര പുറപ്പെട്ടത്? ഏഞ്ചൽ റോസ്, പ്ലീസ് അൺമ്യൂട്ട്. അമ്മാവന്റെ വീട്ടിലേക്ക്. ഓക്കെ. നെക്സ്റ്റ് സൈക്കിളിന്റെ മിടുക്കായി ലൈല പറയുന്നത് എന്തെല്ലാം? എഡ്വിൻ, പ്ലീസ് അൺമ്യൂട്ട്. സൈക്കിളിന്റെ മിടുക്കായി ലൈല പറയുന്നത് എന്തെല്ലാം? ടീച്ചർ പറയുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് അങ്ങനെ കേൾക്കുന്നില്ല. സൈക്കിളിന്റെ മിടുക്കായി ലൈല പറയുന്നത് എന്തെല്ലാം? എന്തെല്ലാം അലൻ? പ്ലീസ് അൺമ്യൂട്ട് അലൻ പി സാംസൺ. മിസ് എനിക്ക് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയില്ല. അന്ന് ചെന്നപ്പോ മിസ് പറഞ്ഞു ടെക്സ്റ്റ് തീർന്നു പോയിന്ന്. അതെല്ലേ, അതുകൊണ്ട് മോനെ ഒന്നും മനസ്സിലായിട്ടില്ല ഈ പാഠം? ടെക്സ്റ്റ് ഇല്ലാത്തോണ്ട് മനസ്സിലായി. അതെ അല്ലെ, ഒരുപാട് പ്രാവശ്യം ഇത് എടുത്തില്ലേ? ഓക്കെ. ഒരുപാട് പ്രാവശ്യം മിസ് അത് പറഞ്ഞു തന്നില്ലേ? ഏകദേശം കഥ മനസ്സിലായില്ലേ? ഓക്കെ. ബെനീറ്റ, പ്ലീസ് അൺമ്യൂട്ട്. എന്താണ് അതിന്റെ ആൻസർ? സൈക്കിളിന്റെ മിടുക്കായി ലൈല പറയുന്നത് എന്തെല്ലാം? പുകയും പൊടിയും ഒന്നും വേണ്ടല്ലോ. ശരിക്കു തുടങ്ങിയേ. വാഹനങ്ങളെ അങ്ങനെയല്ലേ? വാഹനങ്ങളിൽ നീ തന്നെയാണ് മിടുക്കൻ. ഒപ്പവും പുകയും പൊടിയും ഒന്നുമില്ലല്ലോ. പിന്നെയോ? മാത്രവുമല്ല എണ്ണയും വേണ്ട. നിന്നോടൊപ്പം സഞ്ചരിച്ച
ആരോഗ്യവും കൂടും. Okay, good. Next, Joel, please unmute. സൈക്കിൾ മുഷിയുന്നത് എപ്പോൾ? എപ്പോഴാണ് ജോയലെ? Joel, can you hear me? Yes. Yes. എന്നാ പറഞ്ഞോ ആൻസർ. എപ്പോഴാണ് മോനെ സൈക്കിൾ മുഷിയുന്നത്? എപ്പോൾ? അമ്മാവന്റെ വീട്ടിൽ നിന്ന്. നോനോ, ആൻസർ എന്താ അതിന്റെ? മാത്രമേ ആൻസർ എഴുതിയുള്ളൂ. എഴുതിയില്ല? എഴുതണ്ട, മിസ് പഠിപ്പിച്ച വെച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ലേ? സൈക്കിൾ മുഷിയുന്ന എപ്പോൾ? നെക്സ്റ്റ് ആരോടാ ചോദിക്കണ്ടേ? സെൽന, സൈക്കിൾ മുഷിയുന്നത് എപ്പോൾ? നിൽക്കുമ്പോഴാണ് അല്ലേ? ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴാണ് സൈക്കിൾ മുഷിയുന്നത്. ഓക്കെ ജോയലെ, മനസ്സിലായോ? നെക്സ്റ്റ്, സൈക്കിൾ നൽകിയ മുന്നറിയിപ്പ് എന്ത്? എന്താണ് റിലു? പ്ലീസ് അൺമ്യൂട്ട് റിലു. സൈക്കിൾ നൽകിയ കേൾക്കുന്നില്ല? സ്ട്രക്കായ? സൈക്കിൾ നൽകിയ മുന്നറിയിപ്പ് എന്ത്? റിലു അൺമ്യൂട്ട്, പ്ലീസ് അൺമ്യൂട്ട് റിലു. ഇന്ന് വീഴാതെ നോക്കണമേ. വീണാൽ തലയുടെ തൊലി ഇന്ന് വീഴാതെ നോക്കണമെന്നും വീണാൽ നിന്റെ തൊലി പുരിയുമെന്നുമാണ് പറഞ്ഞത് അല്ലേ? സൈക്കിൾ നൽകിയ കൊടുത്ത മുന്നറിയിപ്പ് അതായിരുന്നു അല്ലേ? അപ്പൊ ഏകദേശം എല്ലാവർക്കും ക്വസ്റ്റ്യൻസ് എഴുതാതെ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? സൈക്കിളിന് പരിക്ക് പറ്റിയത് എങ്ങനെ? എങ്ങനെയാ ജെവിൻ? സൈക്കിളിന് പരിക്ക് പറ്റിയത് എങ്ങനെ? തലേ ദിവസം വീണപ്പോഴാണ് സൈക്കിളിന് പരിക്ക് പറ്റിയത് അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സിദ്ധാന്തിന് എന്തോ നെറ്റ് പ്രോബ്ലം ഉണ്ട് മോനെ. മിസ് അൺമ്യൂട്ട് ചെയ്യുമ്പോഴാണ്, മോനെ അൺമ്യൂട്ട് ചെയ്യുമ്പോഴാണ് സൗണ്ട് വന്നത്. എന്തോ നെറ്റിന്റെ കംപ്ലൈന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഏകദേശം എല്ലാവർക്കും ഈ പാഠം നല്ലപോലെ മനസ്സിലായിട്ടുണ്ടെന്ന് മിസ് മനസ്സിലായി. ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾക്ക് സ്വയം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പൊ ഇന്ന് ഞാൻ ആ സെൻഡ് ചെയ്തത് വാട്സപ്പിൽ നിന്ന് നോക്കിയിട്ട് എല്ലാവരും നോട്ടിൽ എഴുതിയെടുക്കണം. പാഠം 2 ലൈലയുടെ സൈക്കിൾ നയിച്ചു കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു പാഠം സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ ആ പാഠം? എസ് ആണോ? തമ്പിട്ട് കാണിച്ചെന്നെ. എല്ലാവർക്കും എസ് ആണോ? പാഠം മനസ്സിലായോ? എന്തേ കഴിച്ചേ? ഓക്കെ, നമ്മുടെ സമയം, ക്ലാസ്സിന്റെ സമയം തീരാറായി. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ പാഠം നല്ലപോലെ വായിക്കണം, നോട്ട് ക്ലിയർ ചെയ്യും വേണം കേട്ടോ. സഫ, ആരാ മിസ്സേ വിളിച്ചേ? ഓക്കെ, ആർക്കെങ്കിലും ഒന്നും സംസാരിക്കാനുണ്ടോ? ആരോ എന്നെ വിളിച്ചു, ആരാന്ന് മനസ്സിലായില്ല. നമ്മുടെ സമയം കഴിഞ്ഞു. ബൈ, സീ യു. ബൈ ബൈ. See you. ബൈ. Okay. Bye bye.